വലിയ പ്രത്യാക്രമണം തന്നെയാണ് ഭാരതത്തിൻ്റെ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരനാവിക വ്യോമസേനയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ പകച്ചു നിൽക്കുകയാണ്, വിറങ്ങലിച്ച് നിൽക്കുകയാണെന്ന് പറയേണ്ടി വരും. കാരണം അത്രമേൽ നാശനഷ്ടങ്ങളാണ് പാകിസ്ഥാന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രധാന നഗരങ്ങളെല്ലാം തീമഴ പെയ്യിക്കാൻ ഭാരതത്തിൻ്റെ ശക്തിക്ക് സാധിച്ചു. എന്നാൽ ചില ഡ്രോണുകൾ തൊടുത്തുവിട്ടുകൊണ്ട് പ്രകോപനം സൃഷ്ടിക്കാനുള്ള നീക്കം പാകിസ്ഥാൻ നടത്തുമ്പോൾ അത് എല്ലാം നിഷ്പ്രഭമാകുന്ന കാഴ്ച, ആകാശത്ത് തന്നെ ഇല്ലാതാകുന്ന, നിമിഷാർത്ഥം കൊണ്ട് ഇല്ലാതാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ സാംബയിലടക്കം നുഴഞ്ഞു കയറാനുള്ള നീക്കങ്ങളും ഭീകരർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭീകരരെയും ഒന്നൊന്നായി വധിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അങ്ങനെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏത് തരത്തിൽ, ഏത് ഭാഗത്തു നിന്നും ആക്രമണമുണ്ടായാലും അതിക്രമമുണ്ടായാലും പ്രകോപനമുണ്ടായാലും അതൊക്കെയും ഇല്ലാതാക്കുന്ന ഭാരതത്തിൻ്റെ സൈനിക ശക്തി. അതേസമയം തന്നെ പാകിസ്ഥാനിൽ അന്തഛിദ്രങ്ങളും അതിരൂക്ഷമായി തുടരുകയാണല്ലേ. കുറ്റപിടിച്ചെടുത്തിരിക്കുന്നു ബലൂച്ച് വിമോചന പോരാളികൾ, ഇമ്രാൻഖാന്റെ അനുകൂലികൾ ഇസ്ലാമാബാദിൽ തെരുവിലിറങ്ങിയിരിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വിറങ്ങലിച്ച് പകച്ച് കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്ന, ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പാകിസ്ഥാനാണ് നമുക്ക് മുന്നിലുള്ളതല്ലേ. കെ.പി. കനത്ത പ്രഹരത്തിൽ പകച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം വലിയ പ്രഹരമാണ്, അത്രയധികം കനത്ത പ്രഹരം, പാകിസ്ഥാനെ താങ്ങാവുന്നതിലും അപ്പുറത്തേക്കുള്ള പ്രഹരമാണ് ഭാരതത്തിൻ്റെ സൈന്യം, കര, വ്യോമ, നാവിക സേനകൾ പാകിസ്ഥാനിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏകദേശം ഒരു 12 മണിക്കൂർ, കഴിഞ്ഞൊരു രാത്രി പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ തന്നെ അവർ ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ അത്രയധികം വലിയ കനത്ത പ്രഹരമാണ് പാകിസ്ഥാൻ്റെ മണ്ണിൽ നൽകിയിട്ടുള്ളത്. ഭാരതത്തിൻ്റെ സൈന്യം വ്യക്തമാക്കുന്നതനുസരിച്ച് പാകിസ്ഥാന്റെ തലസ്ഥാന നഗരമായിട്ടുള്ള ഇസ്ലാമാബാദ് ഉൾപ്പെടെ 12 ഇടങ്ങളിലാണ് മിസൈൽ ആക്രമണം ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് എന്നാണ് പാകിസ്ഥാന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട്, പാകിസ്ഥാനിൽ നടത്തിയിട്ടുള്ള പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് തലസ്ഥാന നഗരമായിട്ടുള്ള ഇസ്ലാമാബാദ്, ലാഹോർ കൂടാതെ സിയാൽകോട്ട, പെഷാവർ, കറാച്ചി തുടങ്ങി 12 ഇടങ്ങളിൽ ഭാരതത്തിൻ്റെ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ ഭാരതം നടത്തിയിട്ടുള്ള പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായിട്ടുള്ള വിശദീകരണം ഇന്ന് സൈന്യത്തിൻ്റെയും ഒപ്പം വിദേശകാര്യ സെക്രട്ടറിയുടെയും ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. 9 മണിക്ക് ശേഷം അത്തരത്തിലൊരു വാർത്താ സമ്മേളനം സൈന്യത്തിൻ്റെയും ഒപ്പം വിദേശകാര്യ വക്താവിൻ്റെയും വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. അതിൽ വളരെ കൃത്യമായി കണക്കുകൾ സഹിതം ഭാരതം എന്തെല്ലാം സൈനിക നടപടികളാണ് കഴിഞ്ഞ രാത്രി ഏകദേശം 8 മണിയോടുകൂടിയാണ്, ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പുതിയ പ്രകോപനം, വീണ്ടും പ്രകോപനം ഉണ്ടായത്. അതിർത്തി മേഖലയിൽ ജമ്മു മുതൽ, ജമ്മുവും പഞ്ചാബും ഹരിയാനയും രാജസ്ഥാനും അടങ്ങുന്ന അതിർത്തി മേഖലയിലേക്ക് ഡ്രോണുകളും മിസൈലുകളും അയച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ അതിർത്തിയിൽ വന്നുകൊണ്ട് മിസൈൽ അയച്ചുകൊണ്ടുമുള്ള പ്രകോപനം സൃഷ്ടിച്ചതെന്നാൽ അത്തരത്തിൽ മിസൈലുകളും ഡ്രോണുകളും വളരെ ഫലപ്രദമായിക്കൊണ്ട് ഭാരതത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം തച്ചു തകർക്കുകയും പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ചും ഒരു കൃത്യമായ കണക്കുകൾ സൈന്യം നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 4-ലധികം പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ ഭാരതം വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ അഖ്നൂറിലും ഒപ്പം ജയ്സാൽമീറിലും F-16 കൂടാതെ FJ-17 വിമാനങ്ങളാണ് ഇത്തരത്തിൽ വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ളത്. ഈ വിമാനങ്ങൾ അതിർത്തിക്കടുത്തെത്തിക്കൊണ്ട് ഭാരതത്തിനകത്തേക്ക് മിസൈൽ വർഷിക്കുകയായിരുന്നു. ആ മിസൈലുകൾ ഭാരതത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുകയും ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ ജമ്മു സെക്ടറാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ജമ്മു സെക്ടറിൽ മാത്രം 50-ലധികം ഡ്രോണുകൾ ആണ് വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ളത്. ജമ്മു യൂണിവേഴ്സിറ്റി, ജമ്മു വിമാനത്താവളം കൂടാതെ അഗ്നൂർ, സാംബ മേഖലകളിൽ ഡ്രോൺ ആക്രമണം നടത്താനായിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. അതിൽ 50 ഡ്രോണുകൾ ഭാരതം ഇത്തരത്തിൽ പ്രതിരോധിച്ചുകൊണ്ട് നിർവീര്യമാക്കിയിട്ടുണ്ട്. കൂടാതെ സാംബ മേഖലയിൽ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ പ്രകോപനം അതിർത്തിയിൽ ഉണ്ടാകുമ്പോൾ സാംബ അതിർത്തിയിലൂടെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റത്തിനും വലിയ ശ്രമമുണ്ടായി. 2 ഗ്രൂപ്പുകളിലായി ഭീകരവാദികൾ അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BSF കനത്ത പ്രതിരോധവും വെടിവെപ്പും സാംബ അതിർത്തിയിൽ നടത്തി. അതേ തുടർന്ന് 4-ലധികം ജെയ്ഷെ മുഹമ്മദ് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം.
വിവരം. അത്തരത്തിൽ സാംബയിൽ അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിട്ടുള്ള ഭീകരരെ സൈന്യം വെടിവെച്ച് വീഴ്ത്തി കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ സമയം അതിർത്തിയിൽ പാക് സൈന്യത്തെയും ഭീകരരെയും നേരിട്ടുകൊണ്ടാണ് പ്രത്യാക്രമണം പാകിസ്ഥാന്റെ മണ്ണിൽ ഭാരതത്തിന്റെ മുറിയിലും പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം വീണ്ടും പ്രകോപനം ഉണ്ടായിരിക്കുന്നു. ആ പ്രകോപനത്തെ നിഷ്പ്രഭമാക്കിയിരിക്കുന്നു ഭാരതത്തിന്റെ സൈന്യം എന്നുള്ള റിപ്പോർട്ടുകളും വിശദാംശങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒപ്പം അമൃത്സറിൽ അപകട സൈറൻ നൽകിയിട്ടുണ്ട്, ജാഗ്രത നൽകിയിട്ടുണ്ട്, ജനങ്ങളോട് കരുതിയിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മുവിനെ കൂടാതെ ഇത്തരം മേഖലകളിൽ കൂടി പ്രകോപനം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് പാകിസ്ഥാന്റെ ഭാഗത്തിനും ഉണ്ടായിട്ടുള്ളത് അല്ലേ? അതിനെല്ലാം കൃത്യമായ രീതിയിൽ തന്നെയാണ് ഭാരതത്തിന്റെ സൈന്യം മറുപടി നൽകുന്നത്. ഏത് തരത്തിലുള്ള പ്രകോപനം ഭാരതത്തിന്റെ മണ്ണിലേക്ക് വരുന്നു, തൽക്ഷണം മറുപടി നൽകുന്നു. അത് പാകിസ്ഥാനെ നിഷ്പ്രഭമാക്കുന്നു അല്ലേ? KP അടിക്ക് തിരിച്ചടി എന്നുള്ള നയമാണ് നിലവിൽ രാജ്യത്തിന്റെ ഭരണ നേതൃത്വവും സൈന്യവും സ്വീകരിച്ചിട്ടുള്ളത്. കൂടാതെ അത്തരത്തിൽ തിരിച്ചടിക്കുന്നതിന് ഡൽഹിയുടെ അനുവാദം ഓരോ ഘട്ടത്തിലും ചോദിക്കേണ്ടതില്ല. അതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ സായുധ സേനകൾക്ക് ഈ വിഷയത്തിൽ പാകിസ്ഥാന് മേലും ഭീകരശക്തികൾക്ക് മേലും തിരിച്ചടി നൽകുന്നതിനും സൈനിക നടപടികൾ സ്വീകരിക്കുന്നതിനും ഭരണ നേതൃത്വം നൽകിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായി കര, വ്യോമ, നാവിക സേനകൾക്ക് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകുന്നതിനും അതുമായി ബന്ധപ്പെട്ട സൈനിക നടപടികൾ സ്വീകരിക്കുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഭീകരശക്തികളുടെ ഭാഗത്തുനിന്നും എന്ത് പ്രകോപനം ഉണ്ടായാലും അതിന് കനത്ത തിരിച്ചടി നൽകുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് നൽകിയിട്ടുണ്ട്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഈ കാര്യങ്ങൾ സൈനിക നടപടികൾ തത്സമയം നിരീക്ഷിക്കുകയും വളരെ കൃത്യമായി വിലയിരുത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്ത് ഇന്നലെ കഴിഞ്ഞുപോയ രാത്രിയിൽ നിർണായകമായ നിരവധി കൂടിക്കാഴ്ചകളാണ് നടത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക് കല്യാൺ മാർഗിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ ഇക്കാര്യങ്ങൾ ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഒപ്പം ലഭ്യമാകുന്ന തത്സമയ വിവരങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും കൂടാതെ പ്രതിരോധ മന്ത്രിയുമായി ഫോണിലും സംസാരിച്ചിട്ടുണ്ട്. കൂടാതെ സംയുക്ത സേനാ മേധാവിയുമായും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 3 തവണയാണ് ഇന്നലെ രാത്രി മാത്രം സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ഒപ്പം കര, വ്യോമ, നാവികസേനാ മേധാവിമാരുമായും പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്ന് വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ, സൈനിക നടപടികൾ വളരെ കൃത്യമായി സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ആഭ്യന്തര സുരക്ഷ ശക്തമാക്കുകയും അതിർത്തി മേഖലയിൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുമാണ് പാകിസ്ഥാന്റെ മണ്ണിൽ ഭീകര ശക്തികൾക്കും ഒപ്പം പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടുള്ള മിസൈൽ ആക്രമണം ഉൾപ്പെടെ ഇപ്പോൾ ഭാരതം നടത്തിയിട്ടുള്ളത്. അതിനിടയിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ജമ്മു സെക്ടറിൽ വീണ്ടും പുലർച്ചയോടുകൂടി ഡ്രോൺ ആക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചു. അതോടുകൂടി അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ജമ്മു സെക്ടറിലും ശ്രീനഗർ ഉൾപ്പെടെ കശ്മീർ മേഖലയിലും പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങി അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്നതും അതിന് സമീപമുള്ള സംസ്ഥാനങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. രാത്രി പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ്മെന്റ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ ഈ മേഖലയിൽ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ വളരെ കൃത്യമായി പ്രതിരോധിക്കാനും തച്ചു തകർക്കാനും ഭാരതത്തിന് സാധിച്ചിട്ടുള്ളത്. ഒപ്പം ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമവും തകർത്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ F-16ഉം FJ-17ഉം ഉൾപ്പെടെയുള്ള പാകിസ്ഥാന് നിലവിൽ അവരുടെ കൈവശമുള്ള ഏറ്റവും അത്യാധുനിക ഫൈറ്റർ ജെറ്റുകളും വെടിവെച്ച് വീഴ്ത്തുന്നതിനും തകർക്കുന്നതിനും ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വളരെ കൃത്യമായൊരു യുദ്ധ പ്രഖ്യാപനമില്ലെങ്കിലും ഒരു തുറന്ന യുദ്ധം ആകാശപാതയിലും ഒപ്പം കര, സമുദ്ര അതിർത്തികളിലും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം ഭാരതം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ രാത്രി വൈകി തന്നെ ഈ നടന്ന സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നതാണ്. ഏതൊക്കെ രാജ്യങ്ങളുമായി ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി സംസാരിച്ചിട്ടുണ്ട് മനസ്സിലാക്കുന്നതനുസരിച്ചാണ് അമേരിക്ക, ഇറ്റലി, യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുമായൊക്കെയും സംസാരമുണ്ടായിട്ടുണ്ട്. എന്താണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഇന്ത്യ നൽകുന്ന വിശദീകരണം നൽകിയെന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ തന്നെ നമ്മൾ ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ സാഹചര്യം വിശദമാക്കാൻ, ലോകരാജ്യങ്ങളോട് വിശദമാക്കാൻ ഭാരതത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളുടെ എല്ലാം പിന്തുണ ഭാരതത്തിനുണ്ടായിരുന്നത് നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയും വ്യക്തമായി വിശദീകരിക്കാൻ ഭാരതത്തിന് കഴിഞ്ഞിട്ടുണ്ടോ?
വീണ, വളരെ കൃത്യമായി നിലവിലെ സാഹചര്യം, ഭാരതം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ വളരെ കൃത്യമായി ഭാരതം വിശദീകരിച്ചിട്ടുണ്ട്. അതായത് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളുമായി നയതന്ത്ര തലത്തിൽ ഭാരതം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. അമേരിക്കയുമായും ഒപ്പം മറ്റു വിദേശ രാജ്യങ്ങളുമായി, ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്ന, ഇന്ത്യക്ക് എല്ലാ രീതിയിലും പിന്തുണ നൽകുന്ന രാജ്യങ്ങളുമായും വളരെ കൃത്യമായ ആശയവിനിമയം ഭാരതം നടത്തിയിട്ടുണ്ട്. ഒപ്പം ഭീകരവിരുദ്ധ പോരാട്ടത്തിന് അതിശക്തമായിട്ടുള്ള പിന്തുണ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് നേടിയെടുക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയ വസ്തുതയാണ്. കാരണം അമേരിക്ക ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഏത് ലോകരാഷ്ട്ര കൂട്ടായ്മകൾ പരിശോധിക്കുമ്പോഴും, സാർക്ക് ആണെങ്കിലും ബ്രിക്സ് ആണെങ്കിലും G20 അത്തരത്തിൽ വിവിധ ലോകരാഷ്ട്ര കൂട്ടായ്മകളും ഒപ്പം അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയും പിന്തുണ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേടിയെടുക്കാൻ ഭാരതത്തിന് സാധിച്ചു. ഈ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം ഇത്തരത്തിൽ വളരെ കൃത്യമായി പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യമാണെന്നും ജമ്മു കാശ്മീരിൽ അതിർത്തി കടന്നുകൊണ്ട് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ഭീകരവാദത്തിന് എല്ലാ തരത്തിലുമുള്ള പിന്തുണ നൽകുന്നതും പാകിസ്ഥാന്റെ മണ്ണിൽ ഭീകരവാദ പരിശീലനത്തിന് താവളമൊരുക്കുന്നതും പാകിസ്ഥാൻ ഭരണകൂടം അറിഞ്ഞുകൊണ്ടാണെന്നും പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന മര്യാദഘട്ട രാജ്യമാണ് എന്ന വസ്തുത ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കുന്നതിന്, UN വേദിയിൽ തുറന്നു കാണിക്കുന്നതിനും ഭാരതത്തിന് എപ്പോഴും സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സൈനിക നടപടികൾ സ്വീകരിക്കുമ്പോഴും, ഭാരതം ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോഴും എല്ലാ ലോകരാഷ്ട്രങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ആശയവിനിമയം, അതായത് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും പാകിസ്ഥാനെതിരെ വളരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിന്ന് യാതൊരു തരത്തിലും ഒരു ചെറിയ സമ്മർദ്ദം പോലും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും രാജ്യം നടത്തിയിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞൊരു 10-15 ദിവസത്തിനപ്പുറത്തേക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഭാരതം നടത്തിയിട്ടുള്ള, വിദേശ രാജ്യങ്ങളുമായി നടത്തിയിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളും നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികളും സ്ഥാപിച്ചിട്ടുള്ള സൗഹൃദങ്ങളും തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ ചൈനയുടെയും യാതൊരു തരത്തിലും ഉറപ്പില്ലാത്ത യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ റഷ്യൻ നിർമ്മിത, ഇസ്രായേലി നിർമ്മിത, ലോകത്ത് ഇന്ന് ലഭ്യമാകുന്നതിൽ അത്യാധുനിക ഏറ്റവും ഉറപ്പുള്ള യുദ്ധോപകരണങ്ങൾ, പ്രതിരോധോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായി മുൻപോട്ട് പോകാൻ ഭാരതത്തിന് സാധിക്കുന്നു. അത്തരത്തിൽ വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ കൃത്യമായി ലോക രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനും ഭാരതം ഇപ്പോൾ നടത്തുന്ന ഭീകരവിരുദ്ധ പോരാട്ടത്തിന്, ഈ പ്രശ്നം തുടങ്ങിയത് മുതൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യഘട്ടം നടപ്പാക്കിയപ്പോൾ ഭാരതം വ്യക്തമാക്കിയതാണ്. ഒപ്പം ഇന്നലെ വൈകിട്ട് വിക്രം മിശ്രി, ഭാരതത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറിയും വ്യക്തമാക്കിയത്, ഞങ്ങളുടെ പോരാട്ടം ഭീകരവാദത്തിനെതിരെയാണ്. അതിന് മുൻപിലേക്ക് അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയാകുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളിൽ പ്രകോപനവുമായി മുൻപോട്ട് വരുമ്പോൾ മാത്രമാണ് പാകിസ്ഥാനുമായൊരു നേരിട്ട് പ്രത്യാക്രമണത്തിലേക്കും ഒരു തിരിച്ചടിയിലേക്കും സംഘർഷത്തിലേക്കും എത്തുന്നത്. എങ്കിൽ പോലും സംഘർഷം വഷളാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പ്രകോപനമുണ്ടാകരുത്. രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന പ്രകോപനമുണ്ടായാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഭാരതത്തിൻ്റെ നിലപാടും ഇന്നലെ വൈകിട്ട് ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ അതിശക്തമായ മുന്നറിയിപ്പിന് പിന്നാലെ അതിശക്തമായ പ്രത്യാക്രമണം തന്നെയാണ് ഭാരതത്തിന്റെ സൈന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ലോകശക്തികളുടെ, ലോകരാജ്യങ്ങളുടെ പിന്തുണ ആർജിക്കാൻ ഭാരതത്തിന് സാധിച്ചു. ഭീകരതയ്ക്ക് വേണ്ടിയുള്ള പാകിസ്ഥാന്റെ പോരാട്ടത്തിന് ലോകരാഷ്ട്രങ്ങൾ ഒന്നും തന്നെ പിന്തുണ നൽകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അത് തന്നെയാണ് ആഭ്യന്തര കലാപത്തിലേക്ക്, ആഭ്യന്തര പ്രശ്നത്തിലേക്ക് പാകിസ്ഥാനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. വലിയ പ്രതിരോധത്തിലേക്കാണ്, തകർന്ന തരിപ്പണമാകുന്ന അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്.